നിർമ്മാണ തകരാറുകളുണ്ടെന്ന് ആരോപിക്കുന്ന വാഹനത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വഞ്ചന ആരോപണത്തിൽ ഷാറൂഖ് ഖാനും ദീപിക പദുക്കോണിനുമെതിരെ കേസ്. 1998 മുതൽ ഷാറൂഖ് ഖാൻ ഹ്യുണ്ടായി കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളാണ്. 2023 ഡിസംബറിലാണ് ദീപിക പദുക്കോൺ കമ്പനിയുടെ ഭാഗമാകുന്നത്. രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിർമ്മാണ തകരാറുകളുണ്ടെന്നാരോപിക്കുന്ന വാഹനത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വഞ്ചനാരോപണത്തിൽ ബോളിവുഡ് താരങ്ങളായ ഷാറൂഖ് ഖാൻ, ദീപിക പദുക്കോൺ എന്നിവർക്കെതിരെ കേസെടുത്തു. ഹ്യുണ്ടായിയുടെ 6 ഉദ്യോഗസ്ഥർക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 2022 വാങ്ങിയ ഹ്യുണ്ടായി അൽക്കാസർ എസ്യുവിന് മാസങ്ങൾക്കുള്ളിൽ വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ആവർത്തിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ലെന്നുമാണ് ആരോപണം. ഭരത്പൂർ സ്വദേശിയായ കീർത്തി സിംഗ് സമർപ്പിച്ച പരാതി പ്രകാരം 2022 ജൂണിൽ ഹരിയാനയിലെ സോണിപത്തിലെ കുണ്ഡ്ലിയിലുള്ള മാൽവ ഓട്ടോ സെയിൽസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 23,97,353 രൂപയ്ക്ക് ഹ്യുണ്ടായി അൽക്കാസർ വാങ്ങുകയായിരുന്നു. ഏകദേശം 6 മുതൽ 7 മാസം വരെ വാഹനം ഉപയോഗിച്ചതിന് ശേഷം അതിൽ ആവർത്തിച്ചുള്ള തകരാറുകൾ കാണിക്കാൻ തുടങ്ങിയെന്ന് സിംഗ് ആരോപിക്കുന്നു. ഉയർന്ന വേഗതയിൽ ഓടിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നുവെന്നും വൈബ്രേറ്റ് ചെയ്യുന്നുവെന്നും പരാതിയിൽ പറയുന്നു. എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ കാർ തകരാറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. ഈ ആശങ്കകളുമായി ഡീലർഷിപ്പിനെ സമീപിച്ചപ്പോൾ ഈ പ്രശ്നങ്ങൾ കാർ മോഡലിന്റേതാണെന്നും അവ പരിഹരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതായും കീർത്തി സിംഗ് ആരോപിച്ചു. ഇത് നിർമ്മാണ പിഴവാണെന്നാണ് പറയുന്നത്. ഭരത്പൂരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കീർത്തി സിംഗ് ആദ്യം സമീപിച്ചത്. തുടർന്ന് വഞ്ചനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 420 പ്രകാരം മറ്റു പ്രസക്തമായ വകുപ്പുകൾക്കൊപ്പം കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി മധുര ഗീർ പോലീസിനോട് നിർദ്ദേശിച്ചു. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 1998 മുതൽ ഷാറൂഖ് ഖാൻ ഹ്യുണ്ടായി കമ്പനിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ബ്രാൻഡ് അംബാസിഡർമാരിൽ ഒരാളാണ്. 2023 ഡിസംബറിലാണ് ദീപിക പദുക്കോൺ കമ്പനിയുടെ ഭാഗമാകുന്നത്. കഴിഞ്ഞ വർഷം രണ്ടുപേരും ഒരു ഹ്യുണ്ടായി പരസ്യത്തിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇതുവരെ ഷാറൂഖ് ഖാനോ ദീപിക പദുക്കോണോ പരാതിയെക്കുറിച്ചോ അവർക്കെതിരെ ഫയൽ ചെയ്ത കേസിനെക്കുറിച്ചോ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.